സ്വന്തം മിസ്സാണ് മക്കളെ. മിസ് ഇന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ സിലബസ് ഒക്കെ മാറി എൻ്റെ കുട്ടികൾ സ്കൂളൊക്കെ പോയി തുടങ്ങിയപ്പോൾ അമ്പോ കെമിസ്ട്രിയോ ഓർക്കാൻ വയ്യേ എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പൊ ഇരിക്കുന്നത് അല്ലെ. അപ്പൊ അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അതായത് നിങ്ങൾക്കിനി മുതൽ ഓരോ ചാപ്റ്ററിന്റെയും കണ്ടന്റ് വീഡിയോസ് ആയിട്ട് കിട്ടും. ഫുൾ ചാപ്റ്ററിനെ 2 വീഡിയോസ് ആക്കി മാറ്റിക്കൊണ്ടാണ് നമ്മൾ തരിക. അതായത് ഒരു പാർട്ടിൽ ഒരു ചാപ്റ്ററിന്റെ പകുതി, നെക്സ്റ്റ് വീഡിയോയിൽ ആ ചാപ്റ്ററിന്റെ അടുത്ത പകുതി, അങ്ങനെ 2 വീഡിയോ മാത്രം കണ്ടാൽ ഒരേ ഒരു ചാപ്റ്റർ മുഴുവൻ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. മക്കളെ, നമ്മുടെ കെമിസ്ട്രിയിലെ 1ാമത്തെ ചാപ്റ്റർ ആണ് സ്ട്രക്ചർ ഓഫ് ആറ്റം അഥവാ ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്നത് അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇനിയിപ്പോ ഓണപരീക്ഷയൊക്കെ ആയിരുന്നു, അതിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? എല്ലാരും റെഡിയാണോ? ഫുൾ സെറ്റ് ആയിട്ട് ഫുൾ എനർജറ്റിക് ആയിട്ടാണോ ഇരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ തുടങ്ങാൻ പോവാണ്. മക്കളെ, നമ്മൾ നമ്മുടെ ചുറ്റും നോക്കിയാൽ പലതരത്തിലുള്ള വസ്തുക്കൾ ഉണ്ട് അല്ലെ. പലതരത്തിലുള്ള വസ്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കും. ഈ പലതരത്തിലുള്ള വസ്തുക്കളെ ഉണ്ടാക്കിയിരിക്കുന്നത് ആരെ കൊണ്ടാന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: ആറ്റം. ആറ്റംസ് ആർ ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ അല്ലെ. ഒരു പദാർത്ഥം ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും ചെറിയ ആളാണ് ഒരു ആറ്റം എന്ന് പറയുന്നത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ആറ്റത്തെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ആദ്യത്തെ നമുക്ക് മുറിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പറ്റൂലേ? പറ്റൂലേ? പറ്റും, സാധിക്കും. പണ്ട് കാലത്ത് പറഞ്ഞത് ആറ്റത്തെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാ. പിന്നീട് മനസ്സിലായി ആറ്റത്തെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. മക്കളെ, ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ഈ ആറ്റത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ മുഴുവൻ പഠിക്കുക കേട്ടോ. അതാണല്ലോ സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലെ, ആറ്റത്തിന്റെ ഘടന. അതല്ലേ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ. മക്കളെ, മിസ് ഇവിടെ ഒരു ആറ്റം വരച്ചു തരാം. പിടിച്ചോ, ഒരാറ്റം. ആറ്റത്തിന് ഒരു സെന്റർ ഉണ്ടല്ലേ? ആറ്റത്തിന് ഒരു സെന്റർ ഇങ്ങനെയുണ്ട്. ശടാ, ഞാൻ റൗണ്ട് ആണ് കേട്ടോ വരയ്ക്കാൻ ശ്രമിച്ചത്. ആട്ടത്തിനൊരു സെന്റർ ഉണ്ട് അല്ലെ. ഇനി അത് കഴിഞ്ഞാൽ ഇങ്ങനെ ആട്ടത്തിന് ചുറ്റും ഈ ആട്ടത്തിന്റെ ഒരു സെന്റർ ഉണ്ട്, ഒരു കേന്ദ്ര ഭാഗമുണ്ട്. മക്കൾ, ഈ ആട്ടത്തിന്റെ സെന്ററിനെ നമ്മൾ എന്താ പറയാ? ആറ്റത്തിന്റെ സെന്ററിനെ, കേന്ദ്ര ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. എന്താ വിളിക്കുക? നിങ്ങൾ സെല്ലിൽ പഠിച്ച പോലെ തന്നെ കോശത്തിന്റെ സെന്റർ എന്താ, കേന്ദ്രം എന്താ? ന്യൂക്ലിയസ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ന്യൂക്ലിയസ്. മക്കളെ, ഇനി ഈ ന്യൂക്ലിയസിന് പുറത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാം കുറച്ച് സർക്കുലാർ ആയിട്ടുള്ള പാതകൾ ഉണ്ട് അല്ലെ. വൃത്താകൃതിയിലുള്ള കുറച്ച് പാതകളുണ്ട്. ഈ വൃത്താകൃതിയിലുള്ള പാതകളെ എന്താ വിളിക്കാന്നറിയോ? ഷെൽ അഥവാ ഓർബിറ്റ് എന്നാ വിളിക്കുക. അപ്പൊ ആറ്റത്തിന് ഒരു സെന്റർ, ഒരു കേന്ദ്ര ഭാഗമുണ്ട്. അതിന് ചുറ്റും, അതിന് പുറത്തായിട്ട് ഷെൽ അഥവാ ഓർബിറ്റ് ഉണ്ട്. ഇനി നമ്മുടെ ആറ്റം എന്ന വീടിനുള്ളിൽ കുറച്ച് കുസൃതി കുട്ടന്മാരുണ്ട്. അതാരൊക്കെയാ? കുറച്ച് മിടുക്കന്മാരുണ്ട്. നിങ്ങളെപ്പോലെ 3 മിടുക്കന്മാരുള്ളത്. ആരൊക്കെയാണെന്ന് പറയോ? 1ാമത്തെ ആളാണ് പ്രോട്ടോൺ അല്ലെ. 1ാമത്തെ കുസൃതി കുട്ടനാണ് പ്രോട്ടോൺ. 2ാമത്തെ കുസൃതി കുട്ടന്റെ പേരാണ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ. ഇനി 3ാമത്തെ ആളാണ് ന്യൂട്രോൺ. ഇങ്ങനെ 3 ആൾക്കാരാണ് നമ്മുടെ ആറ്റത്തിനുള്ളിലുള്ളത്: പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഇനി ഇവർക്ക് ഓരോരുത്തർക്കും ഒരു ചാർജ് ഉണ്ട് കേട്ടോ. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്ത് ചാർജാ? പ്രോട്ടോൺസ് എടുത്താൽ അവർക്ക് പോസിറ്റീവ് ചാർജ് ആണ്. ഇനി ന്യൂട്രോൺസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് 0 ആണ് ചാർജ്, ഒരു ചാർജും ഇല്ല. ഇനി ഒരാളും കൂടി ഉണ്ടല്ലേ, ഇലക്ട്രോൺ. അവർക്ക് എന്ത് ചാർജാണെന്നറിയോ? നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഒരു ആറ്റം എടുത്താൽ ന്യൂക്ലിയസ് ഉണ്ട്, ഷെൽ അഥവാ ഓർബിറ്റ് ഉണ്ട്. ഇനി ഇതിനകത്തൊക്കെ ഇരിക്കുന്ന 3 മിടുക്കന്മാരുണ്ട്: പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. പോസിറ്റീവ്, നെഗറ്റീവ്, ചാർജ് ഇല്ല. അങ്ങനെ 3 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇനി ഇവരൊക്കെ ഏത് റൂമിലായിരിക്കുന്നത് നിങ്ങൾക്ക് അറിയേണ്ടി? ആറ്റം എന്ന വീടിനുള്ളിലെ. മക്കളെ, ഈ ന്യൂക്ലിയസ് എടുത്താൽ ന്യൂക്ലിയസിനുള്ളിൽ 2 പേരായിരിക്കുക. ന്യൂക്ലിയസിനുള്ളിൽ ഇരിക്കുന്നവരാണ് നമ്മുടെ പ്രോട്ടോണും ന്യൂട്രോണും. അപ്പൊ ഇനി പ്രോട്ടോണും ന്യൂട്രോണും എവിടെ ഇരിക്കുന്നെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, അതെവിടെ ഇരിക്കുന്നത്? ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്. ഇനി അപ്പൊ നമ്മുടെ ഇലക്ട്രോണോ? നമ്മുടെ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണിനെ തീരെ ഇഷ്ടമല്ല. ഇലക്ട്രോണിനെ ടിഷ്യൂ എന്ന് പറഞ്ഞ് ചവിട്ടി പുറത്താക്കിയിരിക്കുക ന്യൂക്ലിയസിൽ നിന്നല്ലേ. ന്യൂക്ലിയസിന് പുറത്ത് ഷെൽ അഥവാ ഓർബിറ്റുകൾക്കുള്ളിൽ എവിടെയാണ്? ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഷെൽ അഥവാ ഓർബിറ്റുകൾക്കുള്ളിലാണ് നമ്മുടെ ഇലക്ട്രോൺ ചേട്ടന്മാരിങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ ആണോ എൻ്റെ കുട്ടികൾക്ക്? സോ ബേസിക്കലി
പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, ഇവരൊക്കെ ആറ്റത്തിന്റെ ഉള്ളിലുള്ള ആൾക്കാരാണല്ലേ, ആറ്റത്തിന്റെ അകത്തുള്ള ആൾക്കാരാ. ആറ്റത്തിന്റെ ഉള്ളിലുള്ളതായതുകൊണ്ട് ഇവരെ നമ്മൾ എന്താ വിളിക്കാന്നറിയോ? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. എന്താ വിളിക്കുക? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. കിട്ടിയോ? ആറ്റത്തിന്റെ ഉള്ളിലുള്ള കണികകൾ ആയതുകൊണ്ടാണ് ഇവരെ നമ്മൾ സബറ്റോമിക് പാർട്ടിക്കിൾസ് അഥവാ സബറ്റോമിക് കണികകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ആരെങ്കിലും സബറ്റോമിക് പാർട്ടിക്കിൾസ് ഏതാ എന്ന് ചോദിച്ചാൽ എന്റെ കുട്ടികൾ എന്താ പറയണ്ടേ? പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു ആറ്റം ഇരിക്കുക. ഇതേപോലെയുള്ള കോടിക്കണക്കിന് ആറ്റങ്ങൾ കൊണ്ടാണ് നിങ്ങളെയും എന്നെയും നമ്മൾ നല്ല രുചിയോടെ കടിച്ച് പറിച്ച് തിന്നുന്ന അൽഫാമും അല്ലെ എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നമുക്കറിയാം ഈ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഉണ്ട് എന്നല്ലേ. ഈ പണ്ട് കാലത്ത് ഇതിനെയൊക്കെ എങ്ങനെയായിരിക്കും കണ്ടുപിടിച്ചിട്ടുണ്ടാവുക അല്ലെ? അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അതൊക്കെ നോക്കണ്ടേ? അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് മക്കളെ, ഈ പറഞ്ഞ പാർട്ടിക്കിൾ സ്മോളർ ദാൻ ആറ്റം, ആറ്റത്തിനെക്കാട്ടിലും ചെറിയ കണികകൾ അല്ലെ, അതാണ് നമ്മുടെ സബറ്റോമിക് പാർട്ടിക്കിൾസ്. ഈ സബറ്റോമിക് പാർട്ടിക്കിൾസിന്റെ ഡിസ്കവറി എങ്ങനെ കണ്ടുപിടിച്ചു എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മക്കളെ, അതിലേക്ക് കൂടെ കടക്കുന്നതിന് മുമ്പേ നിങ്ങളോട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. അത് മറ്റൊന്നുമല്ല, നമ്മുടെ നിഞ്ച ബാച്ചിനെ പറ്റിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്കറിയാം അല്ലെ, നമ്മുടെ 9ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് സൈലത്തിന്റെ എക്സ്ക്ലൂസീവ് ബാച്ചാണ് നിഞ്ച എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ നിഞ്ച ബാച്ചിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് അവിടെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. ഇനി അതേപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള കണ്ടന്റും ലൈവ് ക്ലാസ്സുകളും ഡൗട്ട് ക്ലിയറൻസും യൂണിറ്റ് ടെസ്റ്റ് പേപ്പേഴ്സും ഒക്കെ കിട്ടും. അതായത് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും എക്സാം ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വെറുതെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ അല്ല, പബ്ലിക് എക്സാമിന് വരാൻ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ പറയുക. ഇനി ആ എക്സാം കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വെറുതെ വിടുകയല്ല, പിന്നെ നമ്മൾ എന്താ ചെയ്യുക? അതിന്റെ ആൻസർ കീ ഡിസ്കഷൻസ് നമ്മൾ നടത്തും. പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരും. ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഉണ്ടാവും. അങ്ങനെ പറഞ്ഞാലും തീരാത്തതാണ് നമ്മുടെ നിഞ്ച ബാച്ചിന്റെ പ്രത്യേകത. നിങ്ങൾക്ക് വെറും 2999 രൂപയ്ക്കാണ് നമ്മുടെ നിഞ്ച ബാച്ചിന്റെ അഡ്മിഷൻ. നിങ്ങളൊരു ലോക്കൽ ആയിട്ടുള്ള ഒരു ട്യൂഷൻ സെന്ററിൽ പോയല്ലോ എന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര രൂപ ഫീസ് കൊടുക്കേണ്ടി വരും അല്ലേ? ഒരു മാസം തന്നെ 500 രൂപ വെച്ച് 10 മാസത്തേക്ക് 5000 രൂപയാകും. അപ്പൊ ഇതോ വെറും 2999 രൂപയ്ക്ക് ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ മക്കളെ, നമ്മുടെ നിഞ്ച ബാച്ചിനെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ജോയിൻ ചെയ്യാനും ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ എല്ലാ ഫേവറേറ്റ് ടീച്ചേഴ്സും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. ഇതാ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഞാൻ മിഥില മിസ് അവിടെയുണ്ട്. അതേപോലെ എല്ലാ ടീച്ചേഴ്സും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എല്ലാവരും റൈറ്റ് ഡിസിഷൻ എടുക്കും എന്ന് മിസ് വിശ്വസിക്കുന്നു. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? പാർട്ടിക്കിൾ സ്മോളർ ദാൻ ആറ്റം അല്ലെ, ആറ്റത്തിന്റെ സബറ്റോമിക് കണികകൾ. ഇവരെയൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു മക്കളെ? ഇവരെയൊക്കെ ഡിസ്കവറി നടന്നത് ഒരു ട്യൂബിനെ കണ്ടുപിടിച്ചതോട് കൂടിട്ടെ. അതെങ്ങനെ ശരിയാവും? ഈ പറഞ്ഞ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഇവരെയൊക്കെ ഡിസ്കവറി ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് എന്താണെന്നറിയോ? ഒരു ട്യൂബിന്റെ ഡിസ്കവറിയാ. ആ ട്യൂബിന്റെ പേരാണടാ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ്. എന്താണ് പേര്? കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എന്നാ പേര്. കിട്ടിയോ? ഈ പറഞ്ഞ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് കണ്ടുപിടിച്ചതോട് കൂടിയിട്ടാണ് ഇതിൽ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ വഴിയാണ് നമ്മൾ ഇലക്ട്രോൺസിനെയും പ്രോട്ടോൺസിനെയും ഒക്കെ കണ്ടുപിടിച്ചത്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആര് പഠിക്കണം? ഇലക്ട്രോണുകളെ ഡിസ്കവർ ചെയ്ത് പഠിക്കാം. അപ്പോ ഒരു വില്യം ക്രൂക്സ് എന്ന് പറഞ്ഞ നല്ല മീശയൊക്കെ വെച്ച് നല്ല കണ്ണടയൊക്കെ വെച്ച് നല്ല ലുക്കനായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. ഈ പടത്തിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ വില്യം ക്രൂക്സ് എന്ത് ചെയ്തു എന്നറിയോ മക്കളെ? കാഥോഡ് റേ ട്യൂബ് എടുത്തു. ഓക്കെ, അപ്പൊ മിസ് ട്യൂബ് വരയ്ക്കാം. പിന്നെ മിസ്സിന്റെ വരയ്ക്കാനുള്ള കഴിവിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ അല്ലേ? ഓക്കെ, കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എടുത്തു. ഓക്കെ, ഈ ട്യൂബ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഈ ട്യൂബിനുള്ളിൽ അദ്ദേഹം എന്താണെന്നറിയുള്ളത്? 2 ഇലക്ട്രോഡുകളെ വെച്ചു. ഓക്കെ, 2 ഇലക്ട്രോഡുകളെ വെച്ചു. കറണ്ട് പാസ് ചെയ്യണ്ടേ? ഇലക്ട്രോഡുകളെ വെച്ചു. ഈ ഇലക്ട്രോഡുകളെ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു. ബാറ്ററി എന്ന് പറയുമ്പോൾ ബാറ്ററിനെ എങ്ങനെയാ വരയ്ക്കുക? വലിയ വര, ചെറിയ വര. വലിയ വര എന്ന് പറയുന്നത് ബാറ്ററിയുടെ പോസിറ്റീവ് ചാർജ് ഉള്ള സൈഡും ചെറിയ വര എന്ന് പറയുന്നത് ബാറ്ററിയുടെ നെഗറ്റീവ് ചാർജ് ഉള്ള സൈഡുമാണ്. ഓക്കെ, വെച്ചു. ഇനി അദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? ഇതിനുള്ളിലെ ഗ്യാസിനെ എടുത്തു കേട്ടോ. ഏതെങ്കിലും ഗ്യാസ്, ഹൈഡ്രജൻ ആകാം, ഹീലിയം ആകാം, ഇഷ്ടമുള്ള ഗ്യാസ് ആകാം. ഗ്യാസ് എടുത്തു.
അപ്പൊ ഈ ഗ്യാസിനുള്ളിലൂടെ നമ്മുടെ വില്യം ക്രൂക്സിന് കറണ്ട് കടത്തി വിടണം. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. പിന്നീട് അദ്ദേഹം എന്തു ചെയ്തു എന്നറിയോ? ഇവിടെ വളരെ വലിയ വോൾട്ടേജ് അപ്ലൈ ചെയ്തു. വെരി ഹൈ വോൾട്ടേജ് കൊടുത്തു. എന്താ ചെയ്തത്? വെരി ഹൈ ആയിട്ടുള്ള വോൾട്ടേജ് അദ്ദേഹം അപ്ലൈ ചെയ്തു. ഓക്കെ, വെരി ഹൈ വോൾട്ടേജ് കിട്ടോ. ഇനി അദ്ദേഹം എന്താ ചെയ്തെന്ന് അറിയോ മക്കളെ? ഇവിടുത്തെ പ്രഷർ അങ്ങ് കുറച്ചു. എന്ത് ചെയ്തു? വെരി ലോ പ്രഷർ ആക്കി. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വെരി ഹൈ വോൾട്ടേജും, രണ്ട് വെരി ലോ പ്രഷറും കൊടുത്തു. അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ദാ പിടിച്ചോ, ഇവിടെ കൂടെ കറണ്ട് പാസ് ചെയ്യും. കറണ്ട് പാസ് ചെയ്തു കേട്ടോ. അങ്ങനെ ഇനി ഒരു കാര്യം പറയാം, മിസ് വിട്ടുപോയല്ലോ. നമ്മുടെ ഇലക്ട്രോഡുകൾക്ക് പേര് കൊടുക്കണ്ടേ? പേര് കൊടുക്കണം അല്ലെ മക്കളെ. ബാറ്ററിയുടെ പോസിറ്റീവ് ചാർജിലേക്ക് കണക്ട് ചെയ്ത ഒരു ഇലക്ട്രോഡ് ഉണ്ട്. ആ പോസിറ്റീവ് സൈഡിലേക്ക് കണക്ട് ചെയ്ത ഇലക്ട്രോഡിന് എന്ത് ചാർജാ? പോസിറ്റീവ് ചാർജ് ആയിരിക്കും അല്ലെ. ആ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനോഡ്. ആനോഡും ആനോഡ് അല്ലെ. ഇനി നെഗറ്റീവ് സൈഡിലേക്ക് കണക്ട് ചെയ്ത ഇലക്ട്രോഡിനോ? നെഗറ്റീവ് സൈഡിലേക്ക് കണക്ട് ചെയ്ത ഇലക്ട്രോഡിന് നെഗറ്റീവ് ചാർജ് ആണ്. ആ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിനെ വിളിച്ച പേരാണ് മക്കളെ കാഥോഡ്. എന്താ വിളിച്ചത്? കാഥോഡ്. ആനോഡും കാഥോഡും. പിന്നീട് അദ്ദേഹം ഒരു കാര്യം കൂടെ ചെയ്തോട്ടോ. നമ്മുടെ ആനോഡ് എടുത്തിട്ട് ഈ ആനോഡിൽ കുറച്ചിങ്ങനെ കുട്ടി കുട്ടി ഹോൾസ് ക്രിയേറ്റ് ചെയ്തു. പെർഫോറേഷൻസ് ഊട്ടിയിട്ടു. അതിനു വേണ്ടിയിട്ടാണ് ഈ മോഡി ഇത്രയും ആഡംബരം. ഊട്ടിയിട്ട് കുറച്ച് കുട്ടി കുട്ടി ഹോൾസ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഈ ആനോഡിന്റെ പുറകിലായിട്ട് ഒരാളെ കോട്ട് ചെയ്ത് വെച്ചു. ഒരാളെ ഇങ്ങനെ കൊണ്ടുവച്ചു. അയാൾ ആരാണെന്നറിയോ? അയാളുടെ പേരാണ് സിങ്ക് സൾഫൈഡ്. അയാളുടെ പേരാണ് സിങ്ക് സൾഫൈഡ്. സോ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഇതൊന്നും വരയ്ക്കാനൊന്നും നിങ്ങൾ പഠിക്കണ്ട കേട്ടോ. ഇനി ഇവിടെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞപ്പോ, ബാറ്ററിയുടെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞപ്പോ അദ്ദേഹം എന്താ കണ്ടെന്നറിയോ? നമ്മുടെ സിങ്ക് സൾഫൈഡ് ഇല്ലടാ, നമ്മുടെ സിങ്ക് സൾഫൈഡിനൊരു പച്ച തിളക്കം. അതെങ്ങനെ ശരിയാവും? ഒരു പച്ച തിളക്കം, ഒരു ഗ്രീൻ ഗ്ലോ. അതിന്റെ അർത്ഥം എന്താണ് നിന്റെ കുട്ടികൾക്കറിയോ? നമ്മൾ ഇവിടെ സ്വിച്ച് ഇട്ടപ്പോ കാഥോഡിൽ നിന്നും, സ്വിച്ച് ഇട്ടപ്പോ ഈ പറഞ്ഞ കാഥോഡിൽ നിന്നും, ഓക്കെ മിസ് കളർ ഒന്ന് മാറ്റിക്കോട്ടെ. കാഥോഡിൽ നിന്നും മക്കളെ ദാ പിടിച്ചോ, ആനോഡിലേക്ക് ഇതേപോലെ ആരൊക്കെയോ പോയിട്ടുണ്ട്. എന്തൊക്കെയോ രശ്മികൾ, മറ്റേ രശ്മിയല്ല, രശ്മികൾ, റേസ് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് മനസ്സിലായി കറണ്ട് സ്വിച്ച് ഇട്ടപ്പോ കറണ്ട് പാസ് ചെയ്തു. അങ്ങനെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോ കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് എന്തൊക്കെയോ കണികകൾ, ഏതൊക്കെയോ രശ്മികൾ പോയിട്ടുണ്ട്. അപ്പൊ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് പോയി. ആനോഡിനുള്ളിലുള്ള കുറച്ച് ഹോൾസ് ഇട്ടില്ലേ, കുറച്ച് സുഷിരം ഉണ്ടാക്കിയില്ലേ, ആ ഹോൾസിനുള്ളിലൂടെ കടന്നുപോയി. എന്നിട്ട് ഇവിടെയുള്ള സിങ്ക് സൾഫൈഡിൽ പോയിട്ട് തട്ടി. അതുകൊണ്ടാണ് നമ്മുടെ സിങ്ക് സൾഫൈഡ് ഇങ്ങനെ ഇരുന്നത്. ഹായ് പച്ചത്തിളക്കം 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 എന്ന് പറഞ്ഞ് തിളങ്ങിയത്. മനസ്സിലായോ? അപ്പൊ കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് പോയത് കൊണ്ട് ഈ രശ്മികളെ ഒരു പേര് വിളിച്ചു മക്കളെ. ഈ രശ്മികളുടെ പേരാണ് കാഥോഡ് റേസ്. എന്താ വിളിച്ചത്? ഈ രശ്മികളെ വിളിച്ച പേരാണ് കാഥോഡ് റേസ്. കിട്ടിയോ എന്റെ കുട്ടികൾക്ക്? സെറ്റാണോ? അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ കാഥോഡ് റേസിന്റെ ഓരോരോ പ്രോപ്പർട്ടീസ് നോക്കിയാലോ. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, കാഥോഡ് രശ്മികളുടെ പാതയിൽ അധാര്യ വസ്തുക്കൾ വെച്ചാൽ നിഴൽ ഉണ്ടാകുന്നു. എന്താണ് അർത്ഥം? എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? അതായത് മക്കളെ, ഇങ്ങനെ കാഥോഡ് റേസ് ഇങ്ങനെ പോവായിരുന്നു കേട്ടോ. നമ്മുടെ കാഥോഡ് റേസ് ഇതാ ഇങ്ങനെ പോവായിരുന്നു. മിസ് വരച്ച് കാണിക്കാം. കാഥോഡ് റേസ് ഇങ്ങനെ പോവായിരുന്നു. അപ്പൊ കാഥോഡ് റേസിന് പോകുമ്പോ അധാര്യ വസ്തു എന്ന് പറഞ്ഞാൽ എന്താ? ഒപ്പേക്ക് ഒബ്ജക്ട്സ് ആണ് അല്ലെ. ഒപ്പേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റിനെ കടത്തി വിടാത്തവർ. ലൈറ്റിനെ കടത്തി വിട്ടാൽ ട്രാൻസ്പെറന്റ്. ലൈറ്റിനെ കടത്തി വിടാത്തവരാണ് ഒപ്പേക്ക് ഒബ്ജക്ട്സ് അഥവാ അധാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത് അല്ലെ. ഈ അധാര്യ വസ്തു നിങ്ങൾ എന്നെ കൊണ്ടുവച്ചോ, ഇപ്പൊ മിസ്സിനെ അവിടെ കൊണ്ടുവച്ചു എന്നിരിക്കട്ടെ. ഇതാ മിഥില മിസ്സിനെ അവിടെ കൊണ്ടുവച്ചു. മിഥില മിസ്സിനെ കൊണ്ടുവച്ചു. അപ്പൊ ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റിനെ കൊണ്ടുവച്ചപ്പോ ഈ ഒപ്പേക്ക് ഒബ്ജക്റ്റിന്റെ ഷാഡോ ഫോം ചെയ്തോടാ. എന്താ സംഭവിച്ചത്? ഷാഡോ ഫോം ചെയ്തു. അങ്ങനെ മനസ്സിലായി. എന്താ മനസ്സിലായത് നോക്കിക്കേ. കാഥോഡ് റേസ് ട്രാവലിംഗ് സ്ട്രെയിറ്റ് ലൈൻ. കാഥോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് എന്ന്
ബോധ്യപ്പെട്ടു. ക്ലിയർ ആണ് മക്കളെ? അപ്പോ കാഥോഡ് റേസ് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ആ കാഥോഡ് റേസിന് മുമ്പിൽ ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റ്, ഒരു അതാര്യ വസ്തുവിനെ കൊണ്ടുവച്ചപ്പോ അതിന്റെ നിഴൽ അവിടെ രൂപം കൊണ്ടു. അങ്ങനെ മനസ്സിലാക്കിയത് എന്താ? അങ്ങനെ മനസ്സിലാക്കി ഈ പറഞ്ഞ കാഥോഡ് റേസ് പറയുന്നത് എങ്ങനെ ട്രാവൽ ചെയ്യുന്നു? നേർരേഖയിൽ, സ്ട്രേറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുന്നു എന്ന് മനസ്സിലായി. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി നോക്കിക്കേ. എ പാഡിൽ വീൽ പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് കാഥോഡ് റേസ്. അതായത് ഒരു ചെറിയ ചക്രമാണ് കേട്ടോ, ഒരു ചെറിയ ചക്രം. ഇതാ ഇങ്ങനെ ഒരു ചെറിയ ചക്രം നമ്മുടെ കാഥോഡ് റേസ് ഇങ്ങനെ പോവാ. ചെറിയ ചക്രം കൊണ്ട് വെച്ചു. അങ്ങനെ ചെറിയ ചക്രം കൊണ്ട് വെച്ചു. അപ്പൊ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ ഈ ചെറിയ ചക്രം ഇങ്ങനെ കറങ്ങുക. ഈ ചെറിയ ചക്രം ഇങ്ങനെ കറങ്ങുക. ഞാൻ ഇവിടെ നിൽക്കാം, എനിക്ക് അത്യാവശ്യം നല്ല മാസം, ഞാൻ ഇവിടെ നിൽക്കാം. ഇപ്പൊ എന്നെ ഇങ്ങനെ കറക്കണമെങ്കിൽ എന്നെ വന്ന് ഇടിക്കുന്ന ആൾക്ക് കുറച്ച് മാസ് വേണം. എന്നെക്കാട്ടില് മാസ് കുറവുള്ള, തീരെ ആരോഗ്യമില്ലാത്ത ഒരാൾ വന്ന് ഇടിച്ചാൽ കറങ്ങും ഇല്ല. അപ്പൊ അത്യാവശ്യം മാസൊക്കെ ഉള്ള ഒരാൾ വന്ന് എന്നെ ഇടിച്ചാൽ മാത്രമേ ഞാൻ ഇങ്ങനെ കറങ്ങുള്ളൂ. അതേപോലെ തന്നെ മക്കളെ, ഈ പാഡിൽ ഫീൽഡ് അല്ലെങ്കിൽ നേരത്തെ ഇതളുകളുള്ള ഈ ചക്രം കൊണ്ട് വെച്ചപ്പോ ഇത് കറങ്ങി. ഇത് കറങ്ങണമെങ്കിൽ കാഥോഡ് റേസ് തട്ടിയിട്ടാണല്ലോ കറങ്ങിയത്. അപ്പൊ കാഥോഡ് റേസിന് കുറച്ച് മാസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി. കാഥോഡ് റേസ് ഹാവ് മാസ്. കാഥോഡ് റേസിന് മാസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. കിട്ടിയോ? അപ്പൊ ഒന്നാമത് എന്താ കണ്ടത്? നിഴല് രൂപം കൊണ്ടു അല്ലെ, ഷാഡോ ഫോം ചെയ്തു. അപ്പൊ പറഞ്ഞു കാഥോഡ് റേസ് സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുന്നു, നേർരേഖയിൽ സഞ്ചരിക്കുന്നു. ഇനി രണ്ടാമത് എന്താ പറഞ്ഞത്? കാഥോഡ് റേസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടു പാഡിൽ ഫീൽഡ് ഇങ്ങനെ കറങ്ങുക അല്ലേ, ആ നേർത്ത ഇതളുകളുള്ള ചക്രം ഇങ്ങനെ കറങ്ങുക. അപ്പം മനസ്സിലായി കാഥോഡ് റേസ് എന്ന് പറയുന്നവർക്ക് മാസ് ഉണ്ട്, ദേ ഹാവ് മാസ് എന്ന് പഠിച്ചു. ഇനി മൂന്നാമത്തെ കാര്യം. ഓക്കെ, നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിക്കേ. ഒരു എപ്പോഴും നമുക്കറിയാം അല്ലെ, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും അടുത്തടുത്ത് വന്നാൽ അവിടെ അട്രാക്ഷൻ നടക്കും, ആകർഷണം നടക്കും. ഓപ്പോസിറ്റ് ചാർജുകൾ, ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ, ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ എന്നാണ് അല്ലേ. എന്താണ്? ഒരേ ചാർജുകളാണെങ്കിൽ വികർഷിക്കും, എന്നാൽ വിപരീത ചാർജുകളാണെങ്കിൽ അവിടെ ആകർഷണം നടക്കും. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് അടുത്ത് വന്നാൽ ആകർഷണം നടക്കും. ഇനി പോസിറ്റീവും ആണെങ്കിലോ അവിടെ എന്താ നടക്കുക? റിപ്പൽഷൻ നടക്കും അല്ലെ, വികർഷണം നടക്കും. നെഗറ്റീവ് ചാർജും ആണെങ്കിലോ അവിടെയും റിപ്പൽഷൻ ആണ് നടക്കുക അല്ലെ, അവിടെയും റിപ്പൽഷൻ ആണ് നടക്കുക. സോ നമുക്ക് പറയാം ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഞാനൊരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാനൊരു ഇലക്ട്രിക് ഫീൽഡ് എടുത്തു. ഇവിടെ എൻ്റെ കയ്യിൽ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഒരു സൈഡിൽ എൻ്റെ കയ്യിൽ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മറ്റു സൈഡിൽ എൻ്റെ കയ്യിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇനി ഞാൻ ഇങ്ങനെ കാഥോഡ് റേസിനെ കടത്തി വിട്ടു കേട്ടോ. ഇവിടെ കൂടെ കാഥോഡ് റേസിനെ കടത്തി വിട്ടു. അമ്പടാ, അപ്പൊ ഞാൻ എന്താ കണ്ടേന്നറിയോ? നമ്മുടെ കാഥോഡ് റേസ് എല്ലാം കൂടെ ദാ പിടിച്ചോ ഈ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ അടുത്തേക്ക് പോകുക. എങ്ങോട്ടാ പോയത്? പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ അടുത്തേക്ക്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് വെച്ചപ്പോ കാഥോഡ് റേസിനെ കടത്തി വിട്ടു. അവർക്ക് എങ്ങോട്ടാണ് മക്കളെ അട്രാക്ഷൻ വന്നത്? എങ്ങോട്ടാണ് അവർ ആകർഷിക്കപ്പെട്ടത്? പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ അടുത്തേക്ക് അല്ലെ. അപ്പൊ പോസിറ്റീവിന്റെ അടുത്തേക്ക് ആകർഷണം, അട്രാക്ഷൻ വരണമെങ്കിൽ കാഥോഡ് റേസിന് എന്ത് ചാർജാ? ഓപ്പോസിറ്റ് ചാർജുകളാണ് അട്രാക്ട് ചെയ്യപ്പെടുക അല്ലെ, വിപരീത ചാർജുകളാണ് ആകർഷിക്കപ്പെടുക. അപ്പൊ നമുക്ക് പറയാം നമ്മുടെ കാഥോഡ് റേസ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ശരിയല്ലേ? നെഗറ്റീവ് ചാർജുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് പോസിറ്റീവ് ഇലക്ട്രിക് ഫീൽഡിന്റെ അടുത്തേക്ക് അവർക്ക് ആകർഷണം സംഭവിച്ചത്. ശരിയല്ലേ മക്കളെ? കറക്റ്റ് ആണോ? സോ ബേസിക്കലി 3 കാര്യങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചത്. ഒന്ന്, കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ, നേർരേഖയിൽ സഞ്ചരിക്കുന്നു. രണ്ടാമത് എന്താ കണ്ടത്? ദേ ഹാവ് മാസ്, അവർക്ക് ഭാരമുണ്ട്. മൂന്നാമത് എന്താ പഠിച്ച മക്കളെ? അവർക്ക് നെഗറ്റീവ് ചാർജ് ആണുള്ളത്. ഈ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസിനെ, ഈ നെഗറ്റീവ് ചാർജുള്ള കണികകളെ വിളിച്ച പേരാണ് കുട്ടന്മാരെ. എന്ത് പേരാ? ഇലക്ട്രോണുകൾ. എന്ത് പേരാണ്? ഇലക്ട്രോൺസ് എന്ന് വിളിച്ചത്. ഈ നെഗറ്റീവ് ചാർജുള്ള കണികകളുടെ പേരായിരുന്നു ഇലക്ട്രോൺസ്. അങ്ങനെ ഇലക്ട്രോൺസിനെ ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സെറ്റാണോ എൻ്റെ കുട്ടികൾക്ക്? ക്ലിയർ ആണോ മക്കളെ?
സെറ്റ് ആണോ? റെഡി ആണോ? യെസ്. നോക്കിക്കേ ഇനി അതേപോലെ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ചാലും കാഥോഡ് റേസിന്റെ പാത്തിന് വ്യതിയാനം സംഭവിക്കും. ഇനി നോക്കിക്കേ മക്കളെ, ദാ ഇനി നമ്മുടെ വില്യം ക്രോക്സിന് ഒരു എക്സ്പെരിമെന്റ് തോന്നി. ഓക്കെ, ഈ പറഞ്ഞ ഹൈഡ്രജൻ ഗ്യാസിനൊക്കെ മാറ്റി വേറെ ഗ്യാസിനെ എടുത്തു വെച്ചു. പക്ഷെ മക്കളെ, ഏത് ഗ്യാസിനെ വെച്ചാലും കാഥോഡ് റേസിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. കാഥോഡ് റേസിന്റെ സ്വഭാവം ഏത് ഗ്യാസിനെ എടുത്താലും ഒരേപോലെയാ. ഹൈഡ്രജനെ എടുത്താലും ഹീലിയത്തെ എടുത്താലും ഏത് ഗ്യാസിനെ എടുത്താലും ഒരേപോലെ തന്നെയാ. അതിൽ നിന്ന് എന്താ മനസ്സിലായെന്നറിയോ? കാഥോഡ് രശ്മിയിലെ കണികകൾ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്നുണ്ട് അല്ലെ. അതായത് കാഥോഡ് റേസ് എന്ന് പറയുന്നത് എല്ലാ മാറ്ററിലുമുള്ള ആൾക്കാരാണെന്ന് മനസ്സിലായി. ഈ പാർട്ടിക്കിൾസിനെ ഇലക്ട്രോൺസ് എന്ന് വിളിച്ചു. ക്ലിയർ ആണോ എൻ്റെ കുട്ടികൾക്ക്? അപ്പൊ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്, ഈ എക്സ്പെരിമെന്റ് വഴിയാണ് നമ്മുടെ ഇലക്ട്രോണുകളെ ഡിസ്കവർ ചെയ്തത്. ഓക്കെ, ഈ ഇലക്ട്രോണുകളെ ഡിസ്കവർ ചെയ്തതിന് ശേഷം ഇലക്ട്രോണിനെ ഡിസ്കവർ ചെയ്തത് എങ്ങനെയാ? കാഥോഡ് റേസിനെ കണ്ടുപിടിച്ചത് വഴിയാണ് അല്ലെ. എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ കാഥോഡ് റേസിന് മനസ്സിലാക്കിയത്? കാഥോഡ് റേസ് നേർരേഖയിൽ സഞ്ചരിക്കുന്നു. ദേ ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. പിന്നീട് എന്താ പറഞ്ഞത്? ദേ ഹാവ് മാസ്. അവർക്ക് ഭാരമുണ്ട് അല്ലെ. പിന്നീട് നമ്മൾ കണ്ടു അവർക്ക് നെഗറ്റീവ് ചാർജ് ആണ്. ഇനി അതേപോലെ ഏത് മാറ്റർ എടുത്താലും ഏത് പദാർത്ഥം എടുത്താലും കാഥോഡ് റേസ് ഒരേപോലെയാണ്. ഇലക്ട്രോൺ ആണ്. അങ്ങനെ നമ്മൾ കാഥോഡ് റേസിലുള്ള ആ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസിനെ ഇലക്ട്രോൺസ് എന്ന് വിളിച്ചു. സെറ്റ് ആണോ? ക്ലിയർ ആണോ എൻ്റെ കുട്ടിമക്കൾക്ക്? ഡബിൾ ട്രിപ്പിൾ സെറ്റ് ആണോ? ക്വാഡ്രപ്പിൾ സെറ്റ് ആണോ? വെരി ഗുഡ് മക്കളെ. ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ ജെ തോംസൺ വരുന്നത് കേട്ടോ. ജെ തോംസൺ വന്നു. അപ്പൊ ജെ തോംസൺ വന്നിട്ട് പറഞ്ഞു, ജെ തോംസൺ എന്താ പറഞ്ഞേ? ഞാന് ഈ പറഞ്ഞ കാഥോഡ് റേസ് നമ്മുടെ ഇലക്ട്രോണുകളുടെ ചാർജ് കണ്ടുപിടിക്കാൻ പോവാ, മാസ് കണ്ടുപിടിക്കാൻ പോവാ എന്ന് പറഞ്ഞു. ഇവർക്ക് മാസ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ആണ്. പക്ഷെ അതിനൊരു വാല്യൂ വേണ്ടേ? നെഗറ്റീവ് ചാർജ് എന്ന് വെറുതെ പറഞ്ഞാൽ മതിയോ? പോരാ, അത് അളവ് എത്രയാ? ആ മാഗ്നിറ്റ്യൂഡ് പറയണം. അപ്പൊ ജെ തോംസൺ പറഞ്ഞു, ആരും പേടിക്കേണ്ട, ഞാൻ വന്നു അല്ലെ, ഞാൻ എക്സ്പെരിമെന്റ് വഴി കണ്ടുപിടിക്കും. പക്ഷെ പാവം നമ്മുടെ ജെ തോംസൺ കുറെ എക്സ്പെരിമെന്റ് ചെയ്തടാ. പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ മാസ് എത്രയാ എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ജെ തോംസൺ പറഞ്ഞു, ഹുറേക്ക. എന്താ കാര്യം എന്നറിയോ? ഞാന് ചാർജ് ഡിവൈഡഡ് ബൈ മാസ് റേഷ്യോ കണ്ടുപിടിച്ചു. ചാർജ് ഡിവൈഡഡ് ബൈ മാസിന്റെ റേഷ്യോ. ഓക്കെ, അതായത് ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ മാസ് എത്രയാ എന്ന് കണ്ടുപിടിക്കാൻ ജെ തോംസണ് പറ്റിയില്ല. പകരം ചാർജിനെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു വാല്യൂ കിട്ടൂലേ? അതെത്രയാണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. മക്കളെ, ഇതാണ് ചാർജ് ടു മാസ് റേഷ്യോ അഥവാ E/m വാല്യൂ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. E/m വാല്യൂ അല്ലെങ്കിൽ ചാർജ് ടു മാസ് റേഷ്യോ എത്രയാണ് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു കേട്ടോ. അപ്പൊ അതിന്റെ വാല്യൂ ഒന്നും എൻ്റെ കുട്ടികൾക്ക് പഠിക്കാനില്ല. ഏകദേശം 1.78 × 10⁻11. ഓക്കെ, 10⁻11 കൂളോം പെർ കിലോഗ്രാം ആണ് ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത്. ചാർജ് ടു മാസ് റേഷ്യോ അല്ലെങ്കിൽ E/m വാല്യൂ എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും പ്രശ്നമല്ലേ, എത്രയാ ചാർജ് എന്ന് കണ്ടുപിടിക്കണ്ടേ, എത്രയാ മാസ് എന്ന് കണ്ടുപിടിക്കണ്ടേ? അല്ലെങ്കിൽ മോശമല്ലേ? അങ്ങനെയാണ് ഒരു സയന്റിസ്റ്റ് വന്നു. ആ സയന്റിസ്റ്റിന്റെ പേരായിരുന്നു R.A. മില്ലിക്കൻ. ഓക്കെ, നമുക്ക് ചാർജും മാസും ഡിവൈഡ് ചെയ്താൽ എത്ര റേഷ്യോ കിട്ടുമെന്നാണോ വേണ്ടത്? അല്ല, ചാർജ് എത്ര, മാസ് എത്ര എന്ന് കൃത്യമായിട്ട് അറിയണം. അങ്ങനെ ഇരുന്നപ്പോ R.A. മില്ലിക്കൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് വന്നു. മക്കളെ, ഈ സയന്റിസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് നടത്തി. ഈ എക്സ്പെരിമെന്റിന്റെ പേരായിരുന്നു ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. ഓക്കെ, പേര് പോലെ തന്നെ ഒന്നുമില്ല, ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഓയിൽ ഇട്ടിട്ട് കൊടുക്കുക എന്നിട്ട് കണ്ടുപിടിച്ചു. അങ്ങനെ അദ്ദേഹം ഇലക്ട്രോൺസിന്റെ ചാർജ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഇലക്ട്രോണിന് എത്ര ചാർജ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു. മക്കളെ, അദ്ദേഹം പറഞ്ഞു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് മൈനസ്, നെഗറ്റീവ് ചാർജ് അല്ലേ. സോ മൈനസ് 1.6 × 10⁻19 കൂളോം ആണ്. ഈ കൂളോം എന്ന് പറയുന്നത് ചാർജിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. കൂളോം ആണ് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. ഇനി ഇപ്പൊ നോക്കിക്കേ, ചാർജ് ടു മാസ് റേഷ്യോ ആയി,
ചാർജും കിട്ടി. അങ്ങനെ ഇലക്ട്രോണിന്റെ മാസ് കണ്ടുപിടിച്ചു മക്കളെ. ഒരു മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 9.1 × 10⁻⁻31 കിലോഗ്രാം ആണ് എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജായി, ഇലക്ട്രോണിന്റെ മാസായി, ചാർജ് ഡിവൈഡഡ് ബൈ മാസ് റേഷ്യോ കിട്ടി. ഇലക്ട്രോണിന്റെ കാര്യം ഗുദാവഹ, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. സെറ്റാണോ? ക്ലിയർ ആണോ? അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇലക്ട്രോണിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞേ ഇനി രണ്ടാമത്തെ കണികയിലേക്ക് പോവാണ്. ആ രണ്ടാമത്തെ കണികയുടെ പേരാണ് പ്രോട്ടോൺ. മക്കളെ, പ്രോട്ടോണിന്റെ കേസിലേക്ക് വന്നപ്പോ യൂജൻ ഗോൾസ്റ്റീൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് വന്നിട്ട് കുറെ എക്സ്പെരിമെന്റുകളൊക്കെ നടത്തി. അങ്ങനെ അദ്ദേഹം പ്രോട്ടോണുകളെ കണ്ടുപിടിച്ചു. ഇനി അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ആയിട്ട് ഒരാളും കൂടിയില്ലേ? അതാരാ? ലാസ്റ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്, നമ്മുടെ ന്യൂട്രോൺ. ചാർജ് ഇല്ലാത്ത നമ്മുടെ സ്വന്തം ന്യൂട്രോൺ, 0 ചാർജുള്ള ന്യൂട്രോൺ. മക്കളെ, ന്യൂട്രോൺസിനെ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് കേട്ടോ. ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബിന്റെ എക്സ്പെരിമെന്റ് ആണ്. ഈ എക്സ്പെരിമെന്റ് നിങ്ങൾ ശരിക്കും +1 എത്തുമ്പോൾ എൻ്റെ മക്കൾ പഠിക്കേണ്ടിയിരുന്നതാ. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, സിലബസ് മാറ്റമൊക്കെ വന്നപ്പോൾ അത് നേരെ 9ാം ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ശരിക്കും കഴിഞ്ഞ കൊല്ലം വരെ +1 നിങ്ങളുടെ ചേട്ടന്മാരും ശിശുമാരും പഠിച്ച കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ 9ാം ക്ലാസ് എന്ന് പറയുന്ന അത്ര ഈസി അല്ല. അതൊക്കെ അത്ര നിസ്സാരമായിട്ട് ആരും എടുക്കരുത് കേട്ടോ. കുഴപ്പമില്ല, നമ്മൾ കൂടിയുണ്ട്. നമ്മൾ അടിപൊളിയാക്കൂലേ? സെറ്റാക്കൂലേ? സെറ്റാക്കുന്നുണ്ടെങ്കിൽ മിസ്സിനൊരു ഹൈഫൈ തന്നെ. സെറ്റാക്കി പൊളിക്കും, ഹൈഫൈ അല്ലേ? യെസ്. അങ്ങനെ സബറ്റോമിക് പാർട്ടിക്കിൾസ് എന്താണ്, അവരെ എങ്ങനെ ഡിസ്കവർ ചെയ്തു എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് എൻ്റെ കുട്ടികൾക്കറിയോ? റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ ആറ്റം. എന്താ പഠിക്കാൻ പോകുന്നത്? ഒരു ആറ്റത്തിനെ പ്രതിനിധീകരിക്കുന്ന വിധം. റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ ആറ്റം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ആറ്റം എടുക്കാം കേട്ടോ. ഒരാളെ പറയാം സോഡിയം. സോഡിയത്തിന്റെ ഒരു ആറ്റം എടുത്തു. സോഡിയത്തിന്റെ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ പേര് കാണുമ്പോൾ പീരിയോഡിക് ടേബിൾ എൻ്റെ കുട്ടികൾ കണ്ടിട്ടില്ലേ? ഇതിലിങ്ങനെ പേര് കാണുമ്പോൾ അതിൻ്റെ ഒപ്പം ചില നമ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റും അല്ലേ? താഴെ ഒരു നമ്പർ, മേലെ ഒരു നമ്പർ, ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഈ നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് ബേസിക്കലി ഏതൊരു ആറ്റത്തെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. എന്താണ് ഈ നമ്പർ? നമുക്കറിയണ്ടേ മക്കളെ? അപ്പൊ ഈ നമ്പേഴ്സ് എന്താണ് എന്നാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ആളാണ് അറ്റോമിക് നമ്പർ. അപ്പൊ ഒരു ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള ആൾ ആരാണ്? ആളാരാ? പ്രോട്ടോൺ ആണ് അല്ലെ? അപ്പൊ ഒരാറ്റത്തിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് കിട്ടിയോ മക്കളെ? ഒരാറ്റത്തിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഓക്കെ, ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം. ഓക്കെ, ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെ നമ്മൾ പറയുന്ന പേരാണ് മക്കളെ ആ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ. എന്താ മിസ് പറഞ്ഞത്? ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം, അതിനെയാണ് ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ അറ്റോമിക് നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഇതിന് Z എന്ന് പറയുന്ന സിമ്പിൾ കൊണ്ടാണ് കേട്ടോ നമ്മൾ സൂചിപ്പിക്കുക. ക്ലിയർ ആണോ? ഇപ്പൊ എൻ്റെ കയ്യിൽ 8 പ്രോട്ടോൺ ഉണ്ട്. എൻ്റെ അറ്റോമിക് നമ്പർ എത്രയായിരിക്കും? 8 ആയിരിക്കും. എൻ്റെ കയ്യിൽ 15 പ്രോട്ടോൺ ഉണ്ട്. എൻ്റെ അറ്റോമിക് നമ്പർ എത്രയായിരിക്കും? 15 ആയിരിക്കും. അപ്പോൾ എത്രയാണോ പ്രോട്ടോൺ ഉള്ളത് അതാണ് അവരുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ഇനി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് മാസ് ആയിട്ടുള്ള ആളെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ടാമത്തെ നമ്പർ, അതാണ് മക്കളെ മാസ് നമ്പർ എന്ന് പറയുന്നത്. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ആരൊക്കെയുണ്ട് ഒന്ന് പറഞ്ഞേ എൻ്റെ മക്കള്, വേഗം പറഞ്ഞേ. ഒരു ആറ്റം എടുത്താൽ ആ ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിൽ ആരൊക്കെയാ ഉള്ളത്? ഒന്ന് വേഗം പറഞ്ഞേ. ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിൽ 2 ആൾക്കാരുണ്ടല്ലേ? പ്രോട്ടോണുമുണ്ട്, ന്യൂട്രോണുമുണ്ട്. ഓക്കെ മക്കളെ, ഈ ഒരു ആറ്റത്തിനുള്ളിലുള്ള പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം എടുത്താൽ നമുക്ക് കിട്ടുന്നതാണ് അവന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. എന്താണ് മാസ് നമ്പർ എന്ന് പറയുന്നത്? സോ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആറ്റത്തിനുള്ളിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് എന്താണോ അതാണ് ആറ്റത്തിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. മക്കളെ, എ എന്ന് പറയുന്ന സിമ്പിൾ, ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് മാസ് നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാനുള്ളത്. സെറ്റാണോ? അപ്പോ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക് നമ്പർ, പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ്
മാസ് നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുക? അതല്ലേ നമുക്ക് പഠിക്കേണ്ടത്. എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാന്നറിയോ? ദാ പിടിച്ചോ മക്കളെ. എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം ഉണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം ഉണ്ട്. എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം ഉണ്ടെങ്കിൽ ഈ ആറ്റത്തിന്റെ താഴെയായിരിക്കും, താഴെ എഴുതുന്ന നമ്പർ ഉണ്ടല്ലോ, അതാണ് അവന്റെ അറ്റോമിക് നമ്പർ, Z സിമ്പൽ. ഇനി മേലെ ഒരു നമ്പർ എഴുതൂലേ, അതാണ് അവന്റെ മാസ് നമ്പർ. എക്സാമ്പിൾ കാണിച്ചു തരാം. നേരത്തെ നമ്മൾ കണ്ട സോഡിയം ഇങ്ങനെയല്ലേ എഴുതിയിരുന്നത്. അപ്പൊ താഴെ എഴുതുന്ന ഈ നമ്പർ ഉണ്ടല്ലോ മക്കളെ, താഴെ എഴുതുന്ന ഈ നമ്പർ ആണ് അവന്റെ അറ്റോമിക് നമ്പർ. മേലെ എഴുതുന്ന ഈ നമ്പർ ഇല്ലേ, ആ നമ്പർ ആണ് അവന്റെ, ആ നമ്പർ എന്താ, ആ നമ്പർ ആണ് അവന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ അറ്റോമിക് നമ്പർ ഇവിടെ 11ഉം മാസ് നമ്പർ 23 ആയിരിക്കും. ഇനി എൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പൊ സോഡിയം നമ്മൾ പറഞ്ഞു 11ഉം 23ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര പ്രോട്ടോൺ ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എത്ര പ്രോട്ടോൺ എന്ന് എൻ്റെ കുട്ടികൾക്ക് പറയാൻ പറ്റുമോ? പറ്റൂലേ? കാരണം എടാ അറ്റോമിക് നമ്പർ അല്ലേ പ്രോട്ടോണുകളുടെ എണ്ണം. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആറ്റത്തിന്റെ പ്രോട്ടോണുകളുടെ എണ്ണം തന്നെയാണ്. സോ നമുക്കറിയാം താഴെ എഴുതുന്ന ഈ നമ്പർ ആണ് ഇവന്റെ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. സോ ഈ ആറ്റത്തിന്റെ കയ്യിൽ 11 പ്രോട്ടോൺ ഉണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാകും? എത്ര ഇലക്ട്രോൺ ഉണ്ടാവും എന്നറിയോ മക്കളെ? നിങ്ങൾ മനസ്സിലാക്കണം, ആറ്റത്തിന് ചാർജ് ഉണ്ടോ? ആറ്റത്തിന് ചാർജ് ഇല്ല. ആറ്റം എന്ന് പറയുന്നത് വൈദ്യുതപരമായി നിഷ്ക്രിയമാണ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് എന്ന്. പക്ഷെ ആറ്റത്തിനുള്ളിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും ഉണ്ട്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണും ഉണ്ട്. ആറ്റത്തിന് അപ്പൊ ചാർജ് ഇല്ലേ? ആറ്റത്തിന് ചാർജ് ഇല്ല. കാരണം ഒരാറ്റത്തിന്റെ കയ്യിലുള്ള പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളുടെ എണ്ണവും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ 11 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ ഇവിടെ 11 ഇലക്ട്രോണും ഉണ്ടാകും. കിട്ടിയോ? അപ്പൊ ബേസിക്കലി മക്കളെ അറ്റോമിക് നമ്പർ കിട്ടിയാൽ, അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ പ്രോട്ടോൺസിന്റെ എണ്ണമാണ്. അത് തന്നെയാണ് ആറ്റത്തിന്റെ ഇലക്ട്രോണുകളുടെ എണ്ണവും. സെറ്റ് അല്ലേ? യെസ്. ഇനി അങ്ങനെയാണെങ്കിൽ മൂന്നാമത് ഒരാളും കൂടെ ബാക്കിയില്ലേ? അയാളെ കണ്ടുപിടിക്കാതെ പോകുന്ന മോശമല്ലേ? ന്യൂട്രോൺസിനെ എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? ന്യൂട്രോൺസിനെ കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു മാജിക് ഇക്വേഷൻ ഉണ്ട്. എന്താണ് ആ മാജിക് ഇക്വേഷൻ എന്നറിയോ? ഒരു ആറ്റത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആ ആറ്റത്തിന്റെ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ മതി. A-Z ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംഭവം കിട്ടും. എന്താ ചെയ്യണ്ടേ? A-Z. മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ അവിടുത്തെ ന്യൂട്രോണുകളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ന്യൂട്രോൺസ് വരും? ഇവിടുത്തെ മാസ് നമ്പർ എന്ന് പറയുന്നത് 23 ആണ്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. അപ്പൊ 12 ന്യൂട്രോൺ എന്ന് കിട്ടും. കാര്യം കത്തിയോ? സംഭവം സെറ്റാണോ? ക്ലിയർ ആയില്ലെങ്കിൽ മിസ് ഇതാ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. വേറെ എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ദാ മഗ്നീഷ്യം അറ്റോം 12, 24. ഇനി മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? താഴെ എഴുതുന്ന നമ്പർ ആണ് അറ്റോമിക് നമ്പർ അല്ലേ? അപ്പൊ അറ്റോമിക് നമ്പർ 12 ആണ്. ഇനി മഗ്നീഷ്യത്തിന്റെ മാസ് നമ്പർ എത്രയാ? മേലെ എഴുതുന്ന നമ്പർ ആണ് മാസ് നമ്പർ. സോ മാസ് നമ്പർ എന്ന് പറയുന്നത് 24 ആണ്. ഇനി ഇവിടുത്തെ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാ? എന്റെ കുട്ടികളൊന്ന് പറഞ്ഞേ, എത്ര പ്രോട്ടോൺ ഉണ്ട്? അറ്റോമിക് നമ്പർ 12 ആണെങ്കിൽ, അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. അറ്റോമിക് നമ്പർ 12 ആണെങ്കിൽ അതിന്റെ അർത്ഥം ഇവിടെ 12 പ്രോട്ടോൺ ഉണ്ടെന്നാണ് അല്ലേ? സോ നമ്പർ ഓഫ് പ്രോട്ടോൺസ് 12 ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ എത്രയുണ്ട് മക്കളെ? പ്രോട്ടോൺ 12 ഉണ്ടെങ്കിൽ ഇലക്ട്രോണും 12 ആയിരിക്കും. ബിക്കോസ് നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും, പ്രോട്ടോണിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം തുല്യമായിരിക്കും. ഇനി എത്ര ന്യൂട്രോൺസ് ഉണ്ട്? അതെങ്ങനെയാ കണ്ടുപിടിക്കുക? ന്യൂട്രോൺസിന്റെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കണം അല്ലെ? 24 മൈനസ് 12 എന്ന് കിട്ടും. ഇപ്പൊ ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? സെറ്റായോ? യെസ് മക്കളെ, അങ്ങനെ നമ്മുടെ ചാപ്റ്ററിലെ ആ ഒരു ഫസ്റ്റ് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് കേട്ടോ. അപ്പം എൻ്റെ കുട്ടികളെ സ്കിപ്പ് ചെയ്യരുത്. സോ അങ്ങനെയാണെങ്കിൽ ഇതേപോലെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം അങ്ങനെ അങ്ങ് പോവരുത്. ഒരു ക്വസ്റ്റ്യൻ തരാം, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് എഴുതണം കേട്ടോ. ഇതാ
ക്ലോറിൻ ആണ് ആളെന്ന് പറയുന്നത്. ആൾ ആരാണ്? ക്ലോറിൻ ആണ്. ഇവന്റെ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, പ്രോട്ടോണുകളുടെ എണ്ണം, ന്യൂട്രോണുകളുടെ എണ്ണം, ഇലക്ട്രോണുകളുടെ എണ്ണം, ഇതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ വീഡിയോ മനസ്സിലായെങ്കിൽ ബാക്കിയുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് കാണാനായിട്ട് പറയണം കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, താങ്ക് യു, ഐ ലവ് യു ഓൾ.